നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റക്കാരായവരെ ശിക്ഷിക്കണമെന്ന് യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ. MLA-യും നടനുമായ M. മുകേഷ് രാജിവെക്കണമെന്ന് സ്ത്രീപക്ഷ പ്രവർത്തകരുടെ കൂട്ടായ്മ. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുൻഗണനാ പട്ടികയുണ്ടാക്കി നടപ്പിലാക്കണമെന്ന് നിയമസഭാ പരിസ്ഥിതി ചെയർമാൻ EK വിജയൻ MLA. പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെതിരെ കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയും പ്രതിഷേധ ധർണ. PV സ്വാമി മെമ്മോറിയൽ അവാർഡ് ഗോകുലം ഗോപാലന്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ലൈംഗിക അതിക്രമങ്ങളിൽ കുറ്റാരോപിതനായ M. മുകേഷ് MLA രാജിവെക്കണമെന്ന് യുവകലാ സാഹിതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റക്കാരായവരെ ശിക്ഷിക്കണമെന്നും സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. CK ചന്ദ്രപ്പൻ പുരസ്കാര വിശദാംശങ്ങൾ വിവരിക്കുകയായിരുന്നു അദ്ദേഹം. കേസുണ്ടെങ്കിൽ നിർബന്ധമായും മറ്റുള്ളവർക്കുള്ള എല്ലാ ക്രിമിനൽ നിയമ നടപടികളും അദ്ദേഹം നേരിടണം. അതല്ലേ ഏറ്റവും മര്യാദ. അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നേരത്തെ യുവകലാസാഹിത്യയുടെ അഭിപ്രായം. ഇപ്പോഴും അതെ. പക്ഷെ അത് കേവലമായ ഒരു ആരോപണമായിട്ടല്ലാതെ അത് തെളിയിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് വരാൻ പോകുന്നത്. അതിപ്പോൾ തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ പറഞ്ഞിടത്ത് തന്നെ കാര്യങ്ങൾ വരും. തെറ്റുകാർ ശിക്ഷിക്കപ്പെടണം. ഇടതുപക്ഷ സർക്കാർ തെറ്റുകാരുടെ കൂടെ നിൽക്കില്ല എന്ന് തന്നെയാണ് യുവകലാസാഹിതി ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മുകേഷിന്റെ കാര്യത്തിലും ശരിയായ നടപടികൾ ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവുമായ CK ചന്ദ്രപ്പന്റെ ഓർമ്മകൾ പുതിയ സമൂഹത്തിന് വഴിവിളക്കാകാൻ വേണ്ടിയാണ് യുവകലാസാഹിതി ഷാർജ CK ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാരം നൽകി വരുന്നത്. 2024 CK ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാരത്തിന് ഡോക്ടർ K. ജയകുമാർ IAS-നെ തെരഞ്ഞെടുത്തിരിക്കുന്നതായി CK ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാര നിർണയ സമിതി ഭാരവാഹികൾ പറഞ്ഞു. 2024 ദൃഹവും ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. സെപ്റ്റംബർ 8 ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിൽ നടക്കുന്ന ചടങ്ങിൽ കേരളത്തിന്റെ മുൻ കൃഷിമന്ത്രിയും പ്രഭാഷകനുമായ മുല്ലക്കര രത്നാകരൻ ജയകുമാറിന് പുരസ്കാരം സമർപ്പിക്കുമെന്ന് യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ, UAE ഷാർജ ഘടകം പ്രതിനിധി അജിത് വർമ്മ, മുംതസീർ മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലം MLA-യും നടനുമായ M. മുകേഷിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉണ്ടാവുകയും പോലീസ് ബലാത്സംഗമടക്കമുള്ള കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് സ്ത്രീപക്ഷ പ്രവർത്തകരുടെ കൂട്ടായ്മ. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഇടതുപക്ഷ മുന്നണിയോട് നമ്മൾ ആവശ്യപ്പെടുന്നത്, CPM-നോട് നമ്മൾ ആവശ്യപ്പെടുന്നത്, അങ്ങനെ ഒരാളെ കൂടുതൽ ദിവസം സംരക്ഷിച്ചു നിർത്തിയാൽ കൂടുതൽ അവർ മോശമാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഏറ്റവും നേരത്തെ ഈ MLA സ്ഥാനം രാജിവെച്ചൊഴിയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലെങ്കിൽ കർശനമായ നടപടികളിലേക്ക്, സമരപരിപാടികളിലേക്ക് നീങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. മുകേഷ് MLA രാജിവെക്കാതെ പറ്റില്ല. അദ്ദേഹം രാജിവെക്കണം. അതിനെന്ത് ന്യായം പറഞ്ഞാലും അദ്ദേഹം രാജിവെച്ചേ മതിയാവും. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും നിയമനിർമ്മാണ സഭയിലെ അംഗം എന്ന നിലയിലും ഉത്തരവാദിത്തമുള്ള സ്ഥാനം വഹിക്കുന്ന ഒരാൾ സ്വമേധയാ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാതിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാൻ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തയ്യാറാകണമെന്നും സ്ത്രീപക്ഷ പ്രവർത്തകരുടെ കൂട്ടായ്മ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേസെടുത്ത സാഹചര്യത്തിൽ
സമ്മർദ്ദത്തിന്റെ ഫലമായി ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചൊഴിയാൻ സംവിധായകൻ രഞ്ജിത്ത് നിർബന്ധിതനായി. ഇതേപോലെ നടൻ മുകേഷും MLA സ്ഥാനം ഒഴിയണം. ഈ ആവശ്യമുന്നയിച്ച് CPI, CPIM പാർട്ടികളുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും സ്ത്രീപക്ഷ പ്രവർത്തകരുടെ കൂട്ടായ്മ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ K. അജിത, M. സുൽഫത്ത്, പ്രൊഫസർ കുസുമം ജോസഫ്, വിജി പെൺകോട്ട്, സരിത തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുൻഗണനാ പട്ടികയുണ്ടാക്കി വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് നിയമസഭാ പരിസ്ഥിതി ചെയർമാൻ EK വിജയൻ MLA. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം നടത്തിയ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MLA. നിയമസഭാ പരിസ്ഥിതി സമിതി ചെയർമാൻ EK വിജയൻ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ മുതൽ ഉച്ചവരെ വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് നാദാപുരം റെസ്റ്റ് ഹൗസിൽ അവലോകന യോഗം നടത്തിയത്. ദുരിതബാധിത പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും പ്രശ്നങ്ങളും MLAമാർ കേൾക്കുകയും അവരിൽ നിന്നും നിവേദനങ്ങളും പരാതികളും സ്വീകരിക്കുകയും ചെയ്തു. വിലങ്ങാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട പഠനം ഇനിയും തുടരണമെന്നും NITയുടെ സഹകരണത്തോടെ റഡാർ സർവേ ഉൾപ്പെടെ നടത്തുമെന്നും MLA EK വിജയൻ പറഞ്ഞു. പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തുമെന്ന് ജോബ് മൈക്കിൾ MLA പറഞ്ഞു. നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവരെ അതിലേക്ക് തിരിച്ചുകൊണ്ടുവരത്തക്ക രീതിയിലുള്ള പാക്കേജ് ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ സമഗ്രമായ ഒരു വികസനം, റോഡ്, പാലം, അതോടൊപ്പം തന്നെ പോയ വീടുകൾ, സാംസ്കാരിക നിലയങ്ങൾ, അംഗനവാടികൾ, ഒത്തിരി കാര്യങ്ങളിലേക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്. കടകൾ, അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഇവിടെ ഇന്ന് മന്ത്രിസഭ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിനനുസൃതമായി സമയബന്ധിതമായി നൽകുക എന്നുള്ളതാണ്. ഉരുൾപൊട്ടലിന് ഇരയായവർ എടുത്ത ലോണുകളുമായി ബന്ധപ്പെട്ട് ബാങ്കുകളുടെ പ്രത്യേകം യോഗം വിളിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ MLAമാരായ മോൻസ് ജോസഫ്, ജോബ് മൈക്കിൾ, സജീവ് ജോസഫ്, TI മധുസൂദനൻ, KD പ്രസേനൻ തുടങ്ങിയവരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റ് ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള കോർപ്പറേഷൻ നീക്കത്തിനെതിരെ പാളയം പച്ചക്കറി ഫ്രൂട്ട്സ് മർച്ചന്റ്സ് അനുബന്ധ മേഖലാ സംരക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണയിൽ പാളയത്ത് ഫുട്പാത്ത് കച്ചവടം നടത്തുന്നവരും പഴം പച്ചക്കറി തൊഴിലാളികളും കച്ചവടക്കാരും പങ്കെടുത്തു. പാളയം പച്ചക്കറി മാർക്കറ്റ് ഇവിടെ നിന്നും മാറ്റണമെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞെങ്കിലും ഇവിടുത്തെ കച്ചവടക്കാരോട് കോർപ്പറേഷൻ അധികൃതർ ഇതുവരെ ഇക്കാര്യം ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ആദ്യമായി കച്ചവടക്കാരുടെ അഭിപ്രായം ആരായാൻ കോർപ്പറേഷൻ ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും അതിൽ സംഘടനാ നേതാക്കളെ കണ്ടില്ലെന്ന കോർപ്പറേഷൻ അധികൃതരുടെ വാശി കാരണം അതും നടന്നില്ലെന്നും കച്ചവടക്കാർ കുറ്റപ്പെടുത്തി. പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റാനുള്ള കോർപ്പറേഷൻ നീക്കത്തിനെതിരെ പാളയം പച്ചക്കറി ഫ്രൂട്ട്സ് മാർക്കറ്റ് അനുബന്ധ മേഖല സഹകരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ നടന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് PK ബാപ്പു ഹാജി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അന്നന്ന് ജോലി ചെയ്ത് അവനവന്റെ കുടുംബത്തിന്റെ ഉപജീവനം നടത്തുന്ന കോഴിക്കോട്ടുകാരുടെ സമരമാണ് ഇന്നിവിടെ ഈ കോർപ്പറേഷൻ ഓഫീസിൽ നടക്കുന്നത്. അതല്ലാതെ ഇതൊരു പ്രതിപക്ഷ മുന്നണി, അതല്ലെങ്കിൽ ഭരണത്തിനെതിരെ എന്നുള്ള തരത്തിലുള്ള ഒരു സമരമല്ല. ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. എനിക്ക് പറയാനുള്ളത്, കോർപ്പറേഷൻ അധികൃതർ കോഴിക്കോട് എന്താണെന്ന് പഠിക്കണം, കോഴിക്കോടിന്റെ പൈതൃകം പഠിക്കണം, കോഴിക്കോട് എങ്ങനെയാണ് കോഴിക്കോട് ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നത് എന്ന് പഠിക്കണം. ധിക്കാരപരമായി ഓരോ പ്രദേശത്തുള്ളവരെ പാളയം പച്ചക്കറി മാർക്കറ്റ് ഒരു നാളിൽ ധിക്കാരപരമായി തുടച്ചു നീക്കി എല്ലാവരെയും അങ്ങോട്ട് കുടിയേറ്റി കളയാമെന്ന് വിചാരിക്കുന്ന വ്യാമോഹം ഏതായാലും കോഴിക്കോട്ടുകാർ സമ്മതിക്കില്ല, അത് അനുവദിക്കില്ല എന്നുള്ള സമരമാണ് ഇന്നിവിടെ നടക്കുന്നത്. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ PK കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ AT അബ്ദു, കമാൽ വരദൂർ, INTUC ജില്ലാ പ്രസിഡന്റ് K രാജീവൻ, P ഭാസ്കരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി V സുനിൽകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് മനാഫ് കാപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കോഴിക്കോട് നിർഭയം പ്രതിഷേധ കൂട്ടായ്മ നടത്തി. സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്തുക, മന്ത്രി സജി ചെറിയാൻ, മുകേഷ് MLA എന്നിവർ രാജിവെക്കുക, മന്ത്രി ഗണേഷ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നിർഭയം പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് പുറത്തുവന്ന ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് വേട്ടക്കാരെ സംരക്ഷിക്കാനാണെന്ന് വ്യക്തമാണ്. സർക്കാർ ഇരകൾക്കൊപ്പം എന്ന് പറയുമ്പോഴും പ്രവൃത്തി വേറെയാണ്. കറകളഞ്ഞവർ അമ്മ സംഘടനയുടെ നേതൃത്വത്തിൽ വന്ന് വിശ്വാസ്യത വീണ്ടെടുത്താലേ സിനിമാ വ്യവസായത്തിന് തിരിച്ചുവരവ് ഉണ്ടാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. എന്തിനാണ് ഈ ഹേമ കമ്മീഷൻ 4.5 കൊല്ലം പൂഴ്ത്തിവെച്ചത് എന്നതാണ് നമ്മുടെ ചോദ്യം. ആരെ രക്ഷിക്കാനായിരുന്നു? അവർ പറയുന്നത് ഇതിലെ ഇരകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ്. ഇരകളെ അല്ല, വേട്ടക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 4.5 വർഷത്തെ താമസം ഉണ്ടായത് എന്നതാണ് സത്യം. കാരണം ഇരകൾ എന്തുകൊണ്ട് ഇരകളായി? അവർ പ്രതിരോധിച്ചത് കൊണ്ടാണ് ഇരകളായത്. പ്രതിരോധിച്ചതുകൊണ്ട് തന്നെ അവർ ധീരരാണ്. ആ ധീരത കാരണം അവരുടെ പേര് മറച്ചു വെക്കേണ്ടതില്ല എന്ന് ഓരോരുത്തരായി വന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ. പരിപാടിയിൽ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ, DCC വൈസ് പ്രസിഡന്റ് M രാജൻ, ഹൗസ് ഫെഡ് ചെയർമാൻ KC അബു, NSU ദേശീയ ജനറൽ സെക്രട്ടറി KM അഭിജിത്ത്, NK അബ്ദുറഹിമാൻ, M രക്തവല്ലി തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാട് ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി INL സംസ്ഥാന കമ്മിറ്റി അമ്പലവയലിൽ നിർമ്മിക്കുന്ന ഭവനങ്ങളുടെ കുറ്റിയടിക്കൽ ചടങ്ങ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ നിർവഹിച്ചു. ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ മൗനത്തിൽ പ്രതിഷേധമുയരണമെന്ന് അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി INL സംസ്ഥാന കമ്മിറ്റി അമ്പലവയൽ കുറിഞ്ഞിലകത്ത് നിർമ്മിക്കുന്ന ഭവന നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിന്റെ കുറ്റിയടിക്കൽ INL ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ നിർവഹിച്ചു. ദുരിതബാധിതരെ സഹായിക്കാനും പുനരധിവസിപ്പിക്കാനും നിരുപാധികം ബാധ്യതപ്പെട്ട കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അലംഭാവം അത്യധികം അപലപനീയമാണെന്നും പ്രൊഫസർ സുലൈമാൻ പറഞ്ഞു. ദുരന്ത പ്രദേശം നേരിട്ട് സന്ദർശിച്ച് ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഴവും ബോധ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി പുലർത്തുന്ന മൗനത്തിനെതിരെ കേരളത്തിന്റെ പൊതുശബ്ദം ഉയരണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കക്ഷിപക്ഷങ്ങൾക്ക് അതീതമായി ഏവരെയും ഏകോപിപ്പിച്ച് കുറ്റമറ്റ രീതിയിൽ നേതൃത്വം നൽകിയ കേരളത്തിന്റെ മാതൃക ലോകത്തിന് അനുകരണീയമാണ്. പുനരധിവാസ പദ്ധതി പ്രദേശത്ത് നടന്ന ചടങ്ങിൽ INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ, IC ബാലകൃഷ്ണൻ MLA, P ഗഗാറിൻ, PK അനിൽകുമാർ, അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫൗസത്ത്, വാർഡ് അംഗം NC കൃഷ്ണകുമാർ, ഉവൈസ് സൈനുൽ ആബിദീൻ, INL സംസ്ഥാന ഭാരവാഹികളായ മൊയ്തീൻ കുഞ്ഞിക്കളനാട്, CH ഹമീദ് മാസ്റ്റർ, അഷ്റഫ് അലി വല്ലപ്പുഴ, MA ലത്തീഫ്, CP അൻവർ സാദത്ത്, ശോഭ അബൂബക്കർ ഹാജി, ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് പഞ്ചാര, AP അഹമ്മദ്, K അബ്ദുൽ കലാം, MT ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. ഭൂമി സൗജന്യമായി നൽകിയ അബ്ദുൽ ഖാദിർ കരിപ്പൂർ, PP ആലി മുഹമ്മദ് ഹാജി എന്നിവർ ഭൂമിയുടെ രേഖകൾ കൈമാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയാളത്തിലെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും
അണിനിരന്ന പ്രൗഢമായ സദസ്സിൽ സാഹിത്യ നഗരിക്ക് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ആദരം. ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ അക്ഷരാർപ്പണം നടത്തിയാണ് കോഴിക്കോടിന് ആദരമേകിയത്. കോഴിക്കോടിന് യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിച്ചതോടനുബന്ധിച്ച് കോഴിക്കോടിന്റെ സമകാലിക സാഹിത്യ സാംസ്കാരിക സവിശേഷതകളെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലും DC ബുക്സും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുതിയ തലമുറ കാത്തിരിക്കുന്ന ഫെസ്റ്റിവലാണ് KLF എന്നും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള പ്രമുഖ എഴുത്തുകാരെ കേരളത്തിലേക്ക് എത്തിക്കാൻ KLFനായെന്നും MK മുനീർ MLA പറഞ്ഞു. ഏറ്റവും ലോകശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ ശേഖരിച്ച് അത് മലയാളത്തിൽ മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ഒരു വലിയ പ്രക്രിയ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സ്വന്തമായി ഈ ബാങ്ക് വലിച്ചുകൊണ്ട് ഫ്രാങ്ക്ഫർട്ടിൽ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ നടനമാണ് നമ്മുടെ മലയാളത്തിൽ മാർക്കേഴ്സ് അടക്കമുള്ള പുസ്തകങ്ങൾ മുഴുവനായി മലയാളത്തിൽ ലഭിക്കാനുള്ള കാരണം ഈ രവിയുടെ പരിശ്രമഫലമായിട്ടാണ് പറയാനായി. K. സച്ചിദാനന്ദൻ, KLF ചെയർമാൻ A. പ്രദീപ് കുമാർ, ചീഫ് ഫെസിലിറ്റേറ്റർ രവി DC, പ്രോഗ്രാം കൺവീനർ KV ശശി, DC ബുക്സ് പബ്ലിക്കേഷൻസ് മാനേജർ AV ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുതായി പുറത്തിറക്കിയ 16 പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന 26ാമത് DC കിഴക്കേമുറി സ്മാരക പ്രഭാഷണം NS മാധവൻ ഉദ്ഘാടനം ചെയ്തു. എന്താണ് ചരിത്രം എന്ന വിഷയത്തിൽ ചരിത്രകാരൻ മനു S. പിള്ള സ്മാരക പ്രഭാഷണം നടത്തി. സാഹിത്യ നഗരവും സാഹിത്യോത്സവങ്ങളും എന്ന വിഷയത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്, A. പ്രദീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. VJ ജെയിംസ്, ഷീല ടോമി, ഫ്രാൻസിസ് നൊറോണ, AK അബ്ദുൽ ഹക്കീം എന്നിവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫിക് നറേറ്റീവിന്റെ പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കൊടുവള്ളി ജൂനിയർ ചേംബർ ചാപ്റ്ററിന് തുടക്കമായി. ചാപ്റ്റർ രൂപീകരണവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കൊടുവള്ളിയിൽ നടന്നു. JCI ഇന്ത്യ പാസ്റ്റ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അഫ്സൽ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ കൊടുവള്ളി ചാപ്റ്റർ രൂപവൽക്കരണവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും JCI ഇന്ത്യ പാസ്റ്റ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അഫ്സൽ ബാബു ഉദ്ഘാടനം ചെയ്തു. കൊടുവള്ളിയുടെ സാംസ്കാരിക സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതിക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാനാവുന്ന ഒരു സംഘവും സംരംഭവുമായി തീരും കൊടുവള്ളി JCI ചാപ്റ്റർ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചാപ്റ്റർ പ്രസിഡന്റായി JFM നസ്രിൻ ഹമീദ്, സെക്രട്ടറി JC ഡോക്ടർ KK നിജാദ്, ട്രഷറർ JCPC റാഷിദ് എന്നിവർ ചുമതലയേറ്റു. നമുക്കറിയാം 100-ലേറെ വർഷങ്ങളായി പൊതുസമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ട് 5 ഡൊമൈനുകളിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നൽകുന്ന JC എന്ന സംഘടന കൊടുവള്ളിയുടെ മണ്ണിലേക്ക് വരുമ്പോൾ എൻ്റെ കൂടെ ഇന്ന് എന്നോടൊപ്പം 30-ലേറെ അംഗങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. കാലിക്കറ്റ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പ്രതിനിധികളായി പ്രസിഡന്റ് രാജേഷ് നായർ, രാകേഷ് നായർ, വൈസ് പ്രസിഡന്റ് ഫഹദ് കുന്നുമ്മൽ, JC അരുൺ, JC വരുൺ ഗോവിന്ദ്, പ്രോഗ്രാം ഡയറക്ടർ JC സ്വീറ്റി രാജി തുടങ്ങിയവർ പങ്കെടുത്തു. സേവന രംഗത്തെ മികച്ച സംഭാവനകൾക്ക് പാലിയേറ്റീവ് പ്രവർത്തകൻ ഷാനവാസ് ബാവ, വെള്ളക്കെട്ടിൽ വീണ് പിഞ്ചു കുഞ്ഞിനെ സാഹസികമായി രക്ഷപ്പെടുത്തിയ സമിത് കരീറ്റിപ്പറമ്പ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഈ വർഷത്തെ പദ്ധതികളായി വിദ്യാർത്ഥികൾക്കായി ലീപ്പ്, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നവർക്കായി ഹാപ്പിനെസ് ബിയോണ്ട് റീച്ച്, മലിനീകരണ നിയന്ത്രണം ലക്ഷ്യം വെച്ച് ക്ലീൻ കൾച്ചർ എന്നിവ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ,
കോഴിക്കോട്. PV സാമി മെമ്മോറിയൽ അവാർഡ് ഗോകുലം ഗോപാലന് നൽകുമെന്ന് PV സാമി മെമ്മോറിയൽ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. സെപ്റ്റംബർ 1 ശ്രീനാരായണ സെന്റിനറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പുരസ്കാരം സമർപ്പിക്കും. എല്ലാ കൊല്ലവും ഞങ്ങൾ അച്ഛൻ്റെ പേരിൽ ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. ഈ കൊല്ലം കൊടുക്കുന്നത് ശ്രീ ഗോകുലം ഗോപാലൻ അവർക്കാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയുമായിരുന്ന PV സാമിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ PV സാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഗോകുലം ഗോപാലന് സമർപ്പിക്കും. കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ സെപ്റ്റംബർ 1 ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പുരസ്കാര സമർപ്പണം നടത്തും. ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രശസ്തി പത്രം സമർപ്പിക്കും. PV ഗംഗാധരന്റെ മക്കളായ ഷെഗ്ന, ഷെർഗ എന്നിവർ ചേർന്ന് പുഷ്പഹാരം അണിയിക്കും. PV സാമിയുടെ സ്മരണ നിലനിർത്താനുള്ള എളിയ യജ്ഞമെന്ന നിലയ്ക്കും വ്യാവസായിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്നതിനുമായാണ് PV സാമി മെമ്മോറിയൽ ട്രസ്റ്റ് അവാർഡ് നൽകി വരുന്നതെന്ന് ട്രസ്റ്റ് സാരഥികൾ പറഞ്ഞു. ഒരു ബിസിനസ്, ചെറിയൊരു ബിസിനസ് തുടങ്ങി അവിടുന്ന് ഇന്ത്യ മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ട്രാൻസ്പോർട്ട് ഒരു ഓർഗനൈസേഷൻ, ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും മിക്ക രാജ്യങ്ങൾ, നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും അങ്ങോട്ടും ഇങ്ങോട്ടും. വാർത്താ സമ്മേളനത്തിൽ PV സാമി മെമ്മോറിയൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി PV ചന്ദ്രൻ, ട്രസ്റ്റി PV നിതീഷ്, ഷെഗ്ന ഗംഗാധരൻ, പുത്തൂർമഠം ചന്ദ്രൻ, അഡ്വക്കേറ്റ് EM രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി കുറ്റിച്ചിറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗം NSS പുനർജനി ക്യാമ്പ് നടത്തി. മെഡിക്കൽ ക്യാമ്പ്, ഫണ്ട് സമാഹരണം, സമത്വജ്വാല പ്രതിജ്ഞ തുടങ്ങിയ പരിപാടികൾ വളണ്ടിയർമാർ സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായാണ് കുറ്റിച്ചിറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ ഡോക്ടർ സുബി K ബാലകൃഷ്ണൻ പതാക ഉയർത്തി. NSS വളണ്ടിയർമാർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വളണ്ടിയർ ഹനീനയിൽ നിന്നും വാങ്ങിക്കൊണ്ട് ഹെഡ്മാസ്റ്റർ ദിലീപ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ ഭാഗമായി സുഗതം സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് വെസ്റ്റ് ഹിൽ ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയുമായി സഹകരിച്ച് നടത്തി. വയനാടിന് കൈത്താങ്ങായി വിവിധ ചലഞ്ചുകൾ സംഘടിപ്പിച്ച് ഫണ്ട് സമാഹരിച്ചു. NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ ലോഷൻ, ഡിഷ് വാഷ്, ഹാൻഡ് വാഷ് എന്നിവ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി നിർമ്മിച്ച് മിതമായ നിരക്കിൽ വിൽപ്പന നടത്തിയും പായസം ചലഞ്ച്, ബ്രേസ്ലെറ്റ് നിർമ്മാണം, ഫുഡ് ഫെസ്റ്റ് എന്നിവ സംഘടിപ്പിച്ചും ജീവിതശൈലി രോഗനിർണയവും ബ്ലഡ് ഗ്രൂപ്പിങ്ങും വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മിതമായ നിരക്കിൽ ചെയ്തു കൊടുത്തും ന്യൂസ് പേപ്പർ സമാഹരണത്തിലൂടെയും ഫണ്ട് സമാഹരിച്ചു. സമം ശ്രേഷ്ഠം, ജെൻഡൽ പാർലമെൻറ്റ്, സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഡോക്ടർ വിജയകുമാരി ക്ലാസ് എടുത്തു. സമത്വജ്വാല തെളിയിച്ച് വിദ്യാർത്ഥികൾ സമത്വജ്വാല പ്രതിജ്ഞ ചൊല്ലി. കുഴിമണ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപകൻ അബ്ദുൾ ജബ്ബാർ ഐസ് ബ്രേക്കിംഗ് സെഷൻ നയിച്ചു. ക്യാമ്പിന് VHSE പ്രിൻസിപ്പൽ ഡോക്ടർ സുബി K ബാലകൃഷ്ണൻ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ സുമം PS എന്നിവർ നേതൃത്വം നൽകി. സ്റ്റാഫ് സെക്രട്ടറി പ്രീത A, മറ്റ് അധ്യാപകരായ ബിൻസി, ഡോക്ടർ നീനു, ലസിത, സുജ, മഞ്ജു തുടങ്ങിയവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റക്കാരായവരെ ശിക്ഷിക്കണമെന്ന് യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ. MLAയും നടനുമായ M മുകേഷ് രാജിവെക്കണമെന്ന് സ്ത്രീപക്ഷ പ്രവർത്തകരുടെ കൂട്ടായ്മ. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുൻഗണനാ പട്ടികയുണ്ടാക്കി നടപ്പിലാക്കണമെന്ന് നിയമസഭാ പരിസ്ഥിതി ചെയർമാൻ EK വിജയൻ MLA. പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെതിരെ കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയും പ്രതിഷേധ ധർണ.
PV സ്വാമി മെമ്മോറിയൽ അവാർഡ് ഗോകുലം ഗോപാലന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.